കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് ഡിസ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്. അപ്പോഴും ഈ രാംഗോപാൽ വർമ്മ പറഞ്ഞത് ഫാൽക്കയ്ക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കാമെന്ന ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? അദ്ദേഹം എപ്പോഴും നല്ല തമാശകൾ പറയുന്ന ആളല്ലേ. അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പം അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ, അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. എല്ലാവരും പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നാണ്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഒക്കെയാണെന്ന് പറഞ്ഞ കാരണമാണ്. ഇപ്പൊ ഇന്ന കാരണമില്ല, എല്ലാ കാരണങ്ങളും നിങ്ങളുണ്ടല്ലോ. അങ്ങനെ ചോദ്യം. അപ്പൊ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ അതൊക്കെ വിമർശനങ്ങൾ ആ സമയമായിട്ട് ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. ഇപ്പൊ അതൊക്കെ മറക്കും. ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? മുന്നോട്ട് ചിന്തിക്കും. മുന്നോട്ടും ചിന്തിക്കട്ടെ, ഈ പ്രസന്റിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? അതൊരു എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ്. നാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, പക്ഷേ നാളെ കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട്. മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5-ൽ കൂടുതൽ 7-8 പ്രാവശ്യം ട്രൈ വന്ന് പോയിട്ടുണ്ട്. അപ്പം ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാരെ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷം തന്നെ സമയം. എപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ. നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് ആദ്യം നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ. ഒരു വൈകിലിൻ്റെ ടീമിൽ പോലും അല്ലേ നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുന്നത് അതിനൊരു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു മൊമെന്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുന്നത് എന്നിട്ട് കൺഫേം ചെയ്യാം. ഇപ്പം എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറ്റും അത് സത്യമാണോ എന്ന്. ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാരൻ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വാക്ക് വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഒരു ബഹുമതിയായിട്ടാണ്. അതിനെന്താ ചോദിച്ചു? നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പരിമിതിയൊക്കെ എപ്പോഴും പറയുന്നതാണ്. നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ലോകത്തെ വേറെ ഏത് കോളേജൻസിയും നേരത്തെ തന്നെ ലോകോത്തര നടനായിരുന്നു. പക്ഷേ മലയാളത്തിൽ പേര് നിൽക്കൊണ്ടൊരു നേട്ടം നല്ല തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും കൃത്യ സ്ഥലത്താണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിമിതി ഇൻഡസ്ട്രി ഒരു പരിമിതി എല്ലാവരും കൂടി നമ്മൾ തെളിയിക്കുക. പിന്നെ പരിമിതികളൊന്നും ഇല്ലല്ലോ. സിനിമയ്ക്ക് ഒരുപാട് ഒപ്പടിയാണല്ലോ ഇപ്പം. ടെക്നോളജി മാറി,
പഴയ സിനിമ പോലെ അല്ലല്ലോ. മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു സിനിമ വേണമെങ്കിൽ 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം. അപ്പം ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ്. അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. ഇപ്പം മലയാള സിനിമ, തമിഴ് സിനിമ എന്നില്ല, സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി. അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല. പക്ഷേ നമ്മുടെ കോണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷമാണ്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ ഇത് മൂന്നും പരിഗണിച്ചാണ് അവാർഡ് തന്നത്. ഇനി ലാലേട്ടൻ സംവിധായകനാകുന്നുണ്ടോ? ഇപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ ചോദിച്ചാൽ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യും. ഈ തുടരും അല്ലെങ്കിൽ എമ്പുരാന്റെ വിജയത്തിന് ശേഷം ലാലേട്ടന്റെ ക്യാരവാന് ചുറ്റുമുള്ള ആളുകൾ ഇതുവരെ കണ്ടിരുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ബോളിവുഡിൽ അല്ലെങ്കിൽ ആ ലെവലിലുള്ള വലിയ സിനിമകൾ ചെയ്യുന്ന ആളുകളാണെന്ന് ഷറഫുദ്ദീൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിജയത്തിന് ശേഷം ലാലേട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഷറഫുദ്ദീനെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല. അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ കൂടി എത്തുന്നത്. സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ്, ഒരു മാജിക്കാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. 2 സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. ഒരു സിനിമ മോശമായാൽ അത് താഴേക്ക് വരും. അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ്. അപ്പം അതിൻ്റെ അകത്ത് 48 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസാണ്. അതൊരു സർക്കസ് പോലെയാണ്. അല്ലേ, വളരെ വ്യക്തമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്. അപ്പം അങ്ങനെ തുടരും. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി. നല്ല സക്സസ്ഫുൾ ഫിലിമാണ് എമ്പുരാൻ. അതുപോലെ ഹൃദയപൂർവ്വം. ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഡ്രീം എന്താണ്? അങ്ങനെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല. കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പലർക്കും അങ്ങനെയാണല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും, എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ്. ഞാൻ നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചാൽ, എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല, ശ്രമിക്കും. ആ ശ്രമം സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകും. തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. എനിക്ക് മാത്രമല്ല, നല്ല സിനിമകൾ ഉണ്ടാകണം. മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം. നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം, സംവിധായകരുണ്ടാകണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് പറയാം. അതാണ് എൻ്റെ സ്വപ്നം. അങ്ങനെയാണോ? അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയാം. അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമല്ല. ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണല്ലേ. ഇപ്പൊ ഒരാളെ ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നാളെ മുതൽ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതിയില്ല, അത് പോയി. അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോവുക എന്നുള്ളൂ. അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും, അങ്ങനെ ആഗ്രഹിക്കാറില്ല എന്ന് കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അന്ന് മുമ്പൊരിക്കലല്ലേ? അല്ല, ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഡിസയർ ഇല്ല. ഡിസയർ എന്ന് പറയുന്നത്
ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു മലയാളി ചെന്നെത്താവുന്ന ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കാതെ പിന്നെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജ്. ഞാനിവിടെ അതിൻ്റെ ഭാഗമായെന്നേ ഉള്ളൂ. ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ല, പിനാക്കിൾ എന്ന് പറയുന്നില്ലല്ലോ. ജനിത എന്നൊക്കെ ഒരു വാക്കാണ്. ഏറ്റവും ഹയസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ, ഞാൻ ഇവിടെ താഴോട്ട് ചാടാം, അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അതാണ് എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പലതവണ കിട്ടിയിട്ടുണ്ട്, പല ആവർത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എല്ലാരും ഡയറക്ടറിന് അടുത്ത് നിൽക്കുന്ന എല്ലാരും പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് വർത്താണ്. ഈ അംഗീകാരങ്ങൾ കിട്ടാൻ നേരത്ത് എപ്പോഴും താഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഇറങ്ങിച്ചെല്ലുന്നത്? പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ സമയത്തിന്, നിങ്ങളുടെ ഈ സ്നേഹത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് എല്ലാ മീഡിയക്കാർക്ക് വേണ്ടി ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.